അമേരിക്കയിലെ തൊഴിൽ വിപണിയിൽ നിന്ന് വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിദേശ തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് H-1B വിസയുള്ളവർക്ക് മാത്രം മുൻഗണന നൽകുകയും അമേരിക്കൻ പൗരന്മാരെ മനഃപൂർവ്വം അവഗണിക്കുകയും ചെയ്ത ഒരു പ്രമുഖ IT കമ്പനിക്ക് US നീതിന്യായ വകുപ്പ് കനത്ത പിഴ ചുമത്തിയിരിക്കുകയാണ്. ന്യൂജേഴ്സി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഗ്രൂപ്പാണ് ഇപ്പോൾ ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഏകദേശം 2.6 കോടി രൂപയോളമാണ് ഇവർ പിഴയായി ഒടുക്കേണ്ടി വരുന്നത്. കേവലം ഒരു കമ്പനിയുടെ പിഴ എന്നതിലുപരി അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെയും ഇങ്ങോട്ടേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെയും ഈ നടപടി എങ്ങനെ ബാധിക്കും? എന്താണ് ഈ കേസിന് പിന്നിലെ യഥാർത്ഥ വസ്തുത? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ കേസിന്റെ തുടക്കം ഒരു പൈത്തൺ ഡെവലപ്പർ തസ്തികയിലുള്ള റിക്രൂട്ട്മെന്റിൽ നിന്നാണ്. യോഗ്യതയുള്ള ഒരു അമേരിക്കൻ പൗരൻ ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചപ്പോൾ കമ്പനി നൽകിയ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു. ഞങ്ങൾ നിലവിൽ H-1B വിസ അല്ലെങ്കിൽ OPT വിസയിലുള്ളവരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എന്നായിരുന്നു ആ മറുപടി. ഇത് അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിന്റെ നഗ്നമായ ലംഘനമാണ്. അമേരിക്കയിൽ നിയമപരമായി ജോലി ചെയ്യാൻ അവകാശമുള്ള ഒരാളെ അയാളുടെ പൗരത്വത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത് കടുത്ത വിവേചനമായിട്ടാണ് കണക്കാക്കുന്നത്. US നീതിന്യായ വകുപ്പിന്റെ സിവിൽ റൈറ്റ്സ് ഡിവിഷൻ നടത്തിയ അന്വേഷണത്തിൽ ഈ ഒരു തസ്തികയിൽ മാത്രമല്ല, കമ്പനി പുറത്തിറക്കിയ 50-ലധികം തൊഴിൽ പരസ്യങ്ങളിൽ ഇത്തരത്തിൽ നിയമവിരുദ്ധമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു അമേരിക്കൻ കമ്പനി സ്വന്തം നാട്ടുകാരെ ഒഴിവാക്കി വിദേശ തൊഴിലാളികളെ മാത്രം തേടുന്നത്? ഇതിന് പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, സാമ്പത്തിക ലാഭം. പലപ്പോഴും അമേരിക്കൻ പൗരന്മാർക്ക് നൽകേണ്ടതിനേക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ വിദേശ തൊഴിലാളികളെ ലഭിക്കും എന്നൊരു ധാരണ നിലനിൽക്കുന്നുണ്ട്. 2, H-1B വിസയിലുള്ള ഒരാൾക്ക് ആ കമ്പനിയെ വിട്ടുപോകുന്നത് എളുപ്പമല്ല. വിസ സ്പോൺസർഷിപ്പ് കമ്പനിയുടെ കൈവശമായതുകൊണ്ട് തന്നെ തൊഴിലാളികൾ കൂടുതൽ കാലം അവിടെ തുടരാൻ നിർബന്ധിതരാവുകയും ചെയ്യും. എന്നാൽ ഈ പ്രവണത അമേരിക്കൻ തൊഴിൽ വിപണിയെ തകർക്കുന്നു എന്നാണ് പ്രൊട്ടക്ടിംഗ് US വർക്കേഴ്സ് ഇനിഷ്യേറ്റീവ് വഴി സർക്കാർ വാദിക്കുന്നത്. അമേരിക്കൻ തൊഴിലുകൾ അമേരിക്കക്കാർക്ക് തന്നെ ആദ്യം ലഭിക്കണം എന്ന നയമാണ് ട്രംപ് ഭരണകൂടവും കർശനമായി പിന്തുടരുന്നത്. ഈ വാർത്ത കേൾക്കുമ്പോൾ അമേരിക്കയിലുള്ള മലയാളി IT പ്രൊഫഷണലുകൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട്. ഇതിന്റെ ആഘാതം പ്രധാനമായും 3 രീതിയിലായിരിക്കും. ഇനി മുതൽ ഓരോ വിദേശ തൊഴിലാളിയെ നിയമിക്കുമ്പോഴും തങ്ങൾ അമേരിക്കക്കാരെ പരിഗണിച്ചിരുന്നു എന്ന് കമ്പനികൾക്ക് തെളിയിക്കേണ്ടി വരും. ഇത് ഇന്ത്യയിൽ നിന്നുള്ള പുതിയ നിയമനങ്ങളുടെ വേഗത കുറയ്ക്കും. നിയമക്കുരുക്കുകൾ ഭയന്ന് ചെറുകിട കമ്പനികൾ H-1B വിസ സ്പോൺസർ ചെയ്യാൻ മടിക്കും. അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വമ്പൻ IT കമ്പനികൾ, അത് TCS, ഇൻഫോസിസ്, വിപ്രോ ഇതിനകം തന്നെ കൂടുതൽ അമേരിക്കക്കാരെ നിയമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് ഇന്ത്യയിൽ നിന്ന് ആളുകളെ അമേരിക്കയിൽ അയക്കുന്ന ഓൺസൈറ്റ് അവസരങ്ങൾ കുറയ്ക്കാനും കാരണമാകും. എന്നാൽ ഇതിനൊരു നല്ല വശവുമുണ്ട്. യോഗ്യതയുള്ള പ്രൊഫഷണലുകൾക്ക് കൃത്യമായ ശമ്പളവും അന്തസ്സും ഉറപ്പാക്കാൻ ഇത്തരം നടപടികൾ സഹായിക്കും. വിസ ഉള്ളത് കൊണ്ട് മാത്രം കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുക എന്ന സാഹചര്യം ഇല്ലാതാകും. അസിസ്റ്റന്റ് അറ്റോർണി ജനറൽ ക്രിസ്റ്റൻ ക്ലാർക്ക് ഈ വിധിയെക്കുറിച്ച് പറഞ്ഞത് വളരെ പ്രസക്തമാണ്. പൗരത്വത്തിന്റെ പേരിൽ ഒരു ഉദ്യോഗാർത്ഥിയെയും മാറ്റി നിർത്താൻ പാടില്ല. എല്ലാ കമ്പനികളും തുല്യനീതി ഉറപ്പാക്കണമെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അമേരിക്കയിൽ നിലവിൽ തൊഴിലില്ലായ്മ നിരക്ക് കുറവാണെങ്കിലും IT മേഖലയിൽ വലിയ തോതിലുള്ള ലേ ഓഫുകൾ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തദ്ദേശീയർക്ക് ജോലി ലഭിക്കാത്തത് വലിയ രാഷ്ട്രീയ വിഷയമാണ്. വരാനിരിക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിലും ഈ വിസ വിഷയങ്ങൾ വലിയ ചർച്ചയാകും എന്നതിൽ തർക്കമില്ല. ചുരുക്കത്തിൽ അമേരിക്കയിലെ നിയമങ്ങൾ കൂടുതൽ കർശനമാവുകയാണ്. IT ഗ്രൂപ്പിന് കിട്ടിയ ഈ ശിക്ഷ മറ്റ് കമ്പനികൾക്കുള്ള ഒരു താക്കീതുമാണ്. ഇന്ത്യയിൽ നിന്ന് അമേരിക്കൻ സ്വപ്നവുമായി ഇങ്ങോട്ട് വരാനിരിക്കുന്നവർ മികച്ച പ്രൊഫഷണൽ സ്കില്ലുകൾ വളർത്തിയെടുക്കുക എന്നത് മാത്രമാണ് ഇനി മുന്നിലുള്ള വഴി. വിസ എന്ന കടമ്പയേക്കാൾ ഉപരി നിങ്ങളുടെ കഴിവ് കൊണ്ട് അമേരിക്കക്കാരോട് മത്സരിച്ച് ജോലി നേടേണ്ടി വരും.